ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് നമ്മുടെ ഡേ 9 ആണ്. ഡേ 9ൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് പറയുന്നത്. ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് റെഡി മിക്സസ്, ഫുഡ് പ്ലാൻ സാനിറ്റേഷൻ, ദെൻ ഫുഡ് ഹൈജീൻ. ഇത്രയും പോർഷൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which anti-nutritional factor interferes with the absorption of essential mineral like iron? Options: phytic acid, tannin, lectin, oxalate. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടറാണ് അയൺ പോലെയുള്ള മിനറലിൻ്റെ അബ്സോർപ്ഷനെ ഇൻ്റർഫിയർ ചെയ്യുന്നത്, തടസ്സം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടർ എന്ന് നിങ്ങൾ അറിയണം. ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടറിൻ്റെ പ്രത്യേകത നാച്ചുറലി നമ്മുടെ ഫുഡിൽ കാണപ്പെടുന്ന ഫാക്ടേഴ്സാണ്. ഇതിൽ ആ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനെ ഇൻ്റർഫിയർ ചെയ്യുക എന്നതാണ് ഈ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവയുടെ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ ആയിക്കോട്ടെ, അവൈലബിലിറ്റി ആയിക്കോട്ടെ, മെറ്റബോളിസം ആയിക്കോട്ടെ, ഇതെല്ലാം ആനിമൽസിലാണെങ്കിലും ഹ്യൂമൻസിലാണെങ്കിലും ഇല്ലാതാക്കാനുള്ള കഴിവ് ഈ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിനുണ്ട്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന, ഇപ്പോൾ അഡിറ്റീവ് പോലെ, പ്രിസർവേറ്റീവ് പോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതല്ല, ഇത് നാച്ചുറലി കാണപ്പെടുന്നതാണ്. അപ്പോൾ പലതരത്തിലുള്ള ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂട്ടി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഫൈറ്റിക് ആസിഡ് കണ്ടല്ലോ ഇവിടെ ഓപ്ഷനിൽ, അല്ലേ? അപ്പോൾ ഫൈറ്റേറ്റിൻ്റെ പ്രത്യേകത, ഇത് ഈ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് ലൈക്ക് അയേൺ, സിങ്ക് ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റിയാണ് ഇല്ലാതാക്കുന്നത്, കുറയ്ക്കുകയാണ്. റെഡ്യൂസ് ദ ബയോ അവൈലബിലിറ്റി ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ലൈക്ക് അയേൺ ആൻഡ് സിങ്ക്. പ്രോട്ടിയസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. പ്രോട്ടിയസ് ഇൻഹിബിറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താ? പ്രോട്ടിയസ് ആണ് കേട്ടോ. പ്രോട്ടിയസ് ഇൻഹിബിറ്റേഴ്സിന് പ്രത്യേകത ഡൈജസ്റ്റീവ് എഫിഷ്യൻസിനെ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ലെക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ വോളിനൊക്കെ ഡാമേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻറ്റസ്റ്റൈനൽ വോളിനെ ഡാമേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ലെക്റ്റിൻ്റെ പ്രത്യേകത. ഓക്സലേറ്റ്സിൻ്റെ പ്രത്യേകത കാൽസ്യത്തിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുക, കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കിഡ്നി സ്റ്റോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതും ഈ ഓക്സലേറ്റ് ആണ്. അത് നിങ്ങൾക്ക് അറിയുണ്ടാവും, അല്ലേ? ഓക്സലേറ്റ് ആണ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് കിഡ്നി സ്റ്റോൺസ്. അപ്പം നല്ല സുഗമമായിട്ടുള്ള നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസ്, മൈക്രോ ന്യൂട്രിയൻസ്, ഇതിനെയൊക്കെ ഇൻ്റർഫിയർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടർ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫൈറ്റിക് ആസിഡ് ആണ് കേട്ടോ. ഫൈറ്റിക് ആസിഡാണ് ഈ അയോൺ പോലെയുള്ള എസെൻഷ്യൽ മിനറലിൻ്റെ ഒക്കെ അബ്സോർപ്ഷനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടർ ഏതാണ്? ഫൈറ്റിക് ആസിഡ് ആണ്, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആൻറ്റി ന്യൂട്രിയൻസ് ആർ ഓൾസോ ടേംഡ് ആസ് ഓപ്ഷൻസ്: മെറ്റബോളിക് ബൈ പ്രോഡക്റ്റ്, സിന്തറ്റിക് ടോക്സിക്കൻസ്, നാച്ചുറൽ ടോക്സിക്കൻ, പ്രൈമറി മെറ്റബോളൈറ്റ്സ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നാച്ചുറൽ ടോക്സിക്കൻ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഏതാണ്? നാച്ചുറൽ ടോക്സിക്കൻ്റ് ആണ്. അപ്പോൾ ഈ ആൻറ്റി ന്യൂട്രിയൻസ് എന്താണെന്നുള്ളതും ഏതൊക്കെയാണ്, ഓരോന്നിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണം. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ആൻറ്റി ന്യൂട്രിയൻസിൽ ഓരോന്നുണ്ട്. ഇപ്പോൾ പ്രോട്ടിയസ് ഇൻഹിബിറ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രോട്ടിയസ് ഇൻഹിബിറ്ററിൻ്റെ പ്രത്യേകത പ്രോട്ടിയസ് എൻസൈമിൻ്റെ ആക്ഷനാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ലിപ്പേസ് ഇൻഹിബിറ്റർ ആണെങ്കിൽ ഇറ്റ് പ്രിവെൻറ്റ് ദ വർക്കിംഗ് ഓഫ് ലിപ്പേസ് എൻസൈം. അതുപോലെ തന്നെ എവിഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടർ ഉണ്ട്. ഇറ്റ് ഇൻഹിബിറ്റ്സ് അബ്സോർപ്ഷൻ ഓഫ് ബയോട്ടിൻ. ബയോട്ടിൻ്റെ പ്രത്യേകത എന്താ? എഗ്ഗിൽ കാണുന്നതാണ്, അല്ലേ? ബയോട്ടിൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ എഗ്ഗിൽ കാണുന്നതാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഡ്യൂട്ടി ഉണ്ടായിരിക്കും, മനസ്സിലായോ? ഓക്സലേറ്റ് ബൈൻഡ് വിത്ത് കാൽസ്യം ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ്സ് അബ്സോർപ്ഷൻ. സോയാബീനിലും മില്ലറ്റ്സിലും സീഡ്സിലൊക്കെ കാണുന്നതാണ്. അങ്ങനെ ഓരോ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടറിനും ഓരോ ഫങ്ഷനാണ് പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. DON, ഡോൺ എന്ന് വായിക്കാം, അല്ലേ? ഡോൺ ഈസ് എ ഓപ്ഷൻസ്: നാച്ചുറൽ ടോക്സിക്കൻ, മൈക്കോടോക്സിൻ, പെർമിറ്റഡ് ഫ്ലേവർ, ഹെവി മെറ്റൽ, കണ്ടാമിനൻറ്റ്. അപ്പോൾ എന്താണ് ഈ ഡോൺ എന്ന് പറയുന്നത്? നമുക്കൊരു ഡോണിനെ അറിയാം. ആ ഡോണിനെ കുറിച്ചല്ല കേട്ടോ ഇവിടെ പറയുന്നത്. മൈക്കോടോക്സിനാണ് നമ്മുടെ
ഡോൺ എന്ന് പറയുന്നത്. ഡോണിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് വെച്ചാൽ ഡിയോക്സിനിവാലനോൾ. ഡിയോക്സിനിവാലനോൾ മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിയോക്സിനിവാലനോൾ. അപ്പോൾ ഈ ഒരു മൈക്കോടോക്സിൻ, ഇതൊരു മൈക്കോടോക്സിൻ ആണെന്ന് പറഞ്ഞു. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട് വൊമിറ്റോക്സിൻ. വൊമിറ്റോക്സിൻ എന്ന പേരിൽ കൂടി ഈ ഡോൺ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഡിയോക്സിനിവാലനോൾ, അതാണ് ഡോൺ എന്ന് പറയുന്നത്. മറ്റൊരു പേരെന്താണ്? വൊമിറ്റോക്സിൻ. ഇത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള മൈക്കോടോക്സിൻ ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഫ്യൂസേരിയം എന്ന് പറയുന്ന സ്പീഷീസാണ്. ഫ്യൂസേരിയം ഗ്രാമിനിയാറം. ഫ്യൂസേരിയം ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, ചോദിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. ഫ്യൂസേരിയം. അപ്പോൾ ദിസ് മൈക്കോടോക്സിൻ ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ സിറൈൽ ഗ്രെയിൻസ്. സിറൈൽ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ വീറ്റ്, ബാർലി, നമ്മുടെ ഓട്സ്, കോൺ, ഇതിനകത്തൊക്കെ കാണുന്ന സിറൈൽ ഗ്രെയിൻസിനെ സ്പോയിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗൈ ആണിത്. പിന്നെ ഇത് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്യൂസേരിയം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുമല്ലോ, അപ്പം അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ പെയിൻ, ഡിസിനെസ്, ഹെഡ് ഏക്ക്, ത്രോട്ട് ഇറിറ്റേഷൻ, വോമിറ്റിംഗ്, ഡയേറിയ, ബ്ലഡ് ലോസ് വിത്ത് സ്റ്റൂൾസ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആ ഒരു ഫുഡ് പോയ്സൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ഒക്കെ ആരാണ് ആക്കുന്നത്? നമ്മുടെ ഡോൺ ആണ്. ഡോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? മൈക്കോടോക്സിൻ ആണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്യൂസേരിയം. സിറൈൽ ഗ്രെയിൻസിലാണ് കാണപ്പെടുന്നത്. സിറൈൽ ഗ്രെയിൻസിനെ സ്പോയിൽ ചെയ്യുന്ന ഒരു ഫംഗൈ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which anti-nutritional factor is found in some nuts and seeds and can interfere with the digestive enzyme and protein absorption? Options: phytic acid, lectin, tannin, cyanogenic. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? യെസ്, ഫൈറ്റിക് ആസിഡ് ആണ് കേട്ടോ. ഫൈറ്റിക് ആസിഡ് തന്നെയാണ് ഇവിടെ ആൻസർ വരുന്നത്. നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ പോയിന്റ്സ് പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ആഡിങ് സ്റ്റെബിലൈസേഴ്സ് ആൻഡ് എമൽസിഫയേഴ്സ് ടു ഇൻസ്റ്റൻറ്റ് റെഡി മിക്സസ്? Options: to enhance flavor, to improve texture and consistency, to increase nutritional content, to reduce cooking time. അപ്പോൾ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? പ്രൈമറി പർപ്പസ് ഓഫ് ആഡിങ് സ്റ്റെബിലൈസേഴ്സും എമൽസിഫയേഴ്സും ഒക്കെ ഇൻസ്റ്റൻറ്റ് റെഡി മിക്സിനകത്ത് ആഡ് ചെയ്യുന്നതിൻ്റെ പ്രൈമറി പർപ്പസ് എന്തായിരിക്കാം? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ടെക്സ്ചറും കൺസിസ്റ്റൻസിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ? ഇംപ്രൂവ് ടെക്സ്ചർ ആൻഡ് കൺസിസ്റ്റൻസി, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇംപ്രൂവ് ടെക്സ്ചർ ആൻഡ് കൺസിസ്റ്റൻസി. ഇനി ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസേഴ്സ്, ഓരോ പർപ്പസിനും ഓരോ സ്റ്റെബിലൈസേഴ്സും എമൽസിഫയേഴ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഏത് എമൽസിഫയർ ആണെന്നൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the primary goal of food plant sanitation? Options: maximizing production efficiency, enhancing product flavor, ensuring food safety and quality, minimizing energy consumption. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫുഡ് പ്ലാൻ സാനിറ്റേഷനെ കുറിച്ചാണ്. എന്താണ് ഫുഡ് പ്ലാൻ സാനിറ്റേഷൻ്റെ പ്രൈമറി ഗോൾ? എന്താണ്? സിമ്പിളാണ്, നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റീനെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ സാനിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിയേണ്ടത് ക്ലീനിങ് ആണ് അല്ലേ? വാട്ടർ വെച്ച് നന്നായി റിൻസ് ചെയ്യുക, സോയിലൊക്കെ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഗുഡ് പ്ലാൻ സാനിറ്റേഷൻ എന്ന് പറയുമ്പോൾ പെസ്റ്റിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതിനെ കൺട്രോൾ ചെയ്യുക. റോഡൻസ്, ഇൻസെക്ട്സ്, അങ്ങനെ കുറേ പെസ്റ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഡിസീസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുക്കുക, നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? പ്രിപ്പയറിങ് ഫുഡ് പ്രോഡക്റ്റ് ദാറ്റ് ആർ സേഫ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഹ്യൂമന് നല്ല രീതിയിൽ സേഫായിട്ട് കഴിക്കാവുന്ന രീതിയിൽ ഫുഡ് ആക്കിയെടുക്കുക. ഫുഡിൻ്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും നമ്മൾ എൻഷുർ ചെയ്യുക, അതാണ് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ ഫുഡ് പ്ലാൻ സാനിറ്റേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which agency or organization typically sets guidelines and regulations for food plant sanitation practices? Options നോക്കാം. FDA, Food and Drug Administration, EPA, Environmental Protection Agency, WHO, World Health Organization, ISO, International Organization for Sanitization.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻ. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, FDA ആണ്. FDAയുടെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫോം ചെയ്തിട്ടുള്ളത് നമ്മുടെ റൂസ്വെൽറ്റും വില്ലിയും ചേർന്നിട്ടാണ് കേട്ടോ. ഫുൾ നെയിം ഒക്കെ ഉണ്ട്. ഫൗണ്ടേഴ്സിൻ്റെ ഫുൾ നെയിം തിയോഡോർ റൂസ്വെൽറ്റ് ആൻഡ് ഹാർവി വാഷിങ്ടൺ വില്ലി, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ഓർത്താൽ മതി. പിന്നെ ജൂൺ 30-നാണ് ഇത് ആക്കിയിട്ടുള്ളത്. ജൂൺ 30-നാണ് കേട്ടോ. ഇതിൻ്റെ ഫോം ചെയ്ത ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്തോളൂ. ജൂൺ 30, 1906, ഏകദേശം 118 വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ ജൂൺ 30, 1906-ലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. റൂസ്വെൽറ്റും വില്ലിയും ചേർന്നിട്ടാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Which type of cleaning agent is typically used to remove mineral deposits and scale in food processing equipment? Options: alkaline cleaners, acid cleaners, enzyme cleaners, solvent cleaners. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഏത് ടൈപ്പ് ക്ലീനിങ് ഏജൻ്റ് ആണ് നമ്മുടെ മിനറൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? എക്യുപ്മെൻറ്റിൽ പലതരത്തിലുള്ള ഡേർട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഫുഡുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും, മിനറൽസ് ഉണ്ടാവും, സോപ്പ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ അപ്പോൾ പല രീതിയിലുള്ള ക്ലീനിങ് മെത്തേഡുകളുണ്ട്. ഓട്ടോമാറ്റിക് ക്ലീനിങ് ഉണ്ട്, മാനുവൽ ക്ലീനിങ് ഉണ്ട്. ഓട്ടോമാറ്റിക് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ലാർജ് ബൗളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ദെൻ അത് ട്രാൻസ്പോർട്ടിനുള്ള ബോക്സസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യും. അതുപോലെ മീറ്റ് ഓർ ബേക്കറി പ്രോഡക്ട്സ് അതൊക്കെ ലാർജ് ബൗളിലാണ് വയ്ക്കുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ അതിന് ഫാറ്റ് ഉണ്ടാവും, ബ്ലഡ് ഉണ്ടാവും, പ്രോട്ടീൻ കണ്ടാമിനേഷൻ ഉണ്ടാവും. അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സ്പ്രേ വാഷിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു ക്ലീനേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ആൽക്കലൈൻ ആയിരിക്കും. മാനുവൽ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ റിമൂവ് സോപ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻ റെസിഡ്യൂസ് ഒക്കെ സർഫസിലോട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് മാനുവൽ ക്ലീനിങ് മെത്തേഡ് ഉണ്ട്. പിന്നെ അലുമിനിയം ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നേഴ്സ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആസിഡ് കണ്ടെയ്നിങ് ക്ലീനേഴ്സ് ആണ് ഈ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. Discoloration of aluminum parts can also easily removed with the products. അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനേഴ്സ് ഉണ്ട്, വിൻഡോ ക്ലീനേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ക്ലീനിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിറ്റർജൻറ്റ്, ഡീഗ്രീസേഴ്സ്, അബ്രസീവ്സ്, ആസിഡ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിനറൽ ഡെപ്പോസിറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആസിഡ് ക്ലീനേഴ്സ് ആണ് കേട്ടോ. ആസിഡ് ക്ലീനേഴ്സ് ആണ് മെയിനായിട്ട് മിനറൽ ഡെപ്പോസിറ്റ്സ് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a common method for sanitizing food contact surface? Options: rinsing with cold water, wiping with a dry cloth, using a chlorine based solution, exposing to sunlight. അപ്പോൾ ഈ ഒരു ക്ലീനിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ട് ഏതായിരിക്കും കറക്റ്റ് എന്ന് പഠിക്കാതെ തന്നെ നമുക്കൊരു പക്ഷേ അറിയാവുന്നതാണ്. ക്ലോറിൻ ബേസ്ഡ് സൊല്യൂഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ക്ലോറിൻ ബേസ്ഡ് സൊല്യൂഷനാണ് ഈ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കോമൺ മെത്തേഡ് ഫോർ സാനിറ്റൈസിങ് ഫുഡ് കോണ്ടാക്ട് സർഫസസ് അല്ലേ. അപ്പോൾ എന്താണ്, യൂസിങ് എ ക്ലോറിൻ ബേസ്ഡ് സൊല്യൂഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which method is used to ensure the effective sterilization of equipment in food processing? Frying, freezing, autoclaving, salting. ഏത് മെത്തേഡാണ് ഇഫക്റ്റീവ് സ്റ്റെറിലൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നത്? ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് ഏതാണ്? അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഓട്ടോക്ലേവിംഗ് ആണ്. ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സാണ് കേട്ടോ. ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത പ്രഷറൈസ്ഡ് സ്റ്റീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനും പ്രോട്ടീൻ ഡീനേച്ചർ പ്രോട്ടീൻസ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത് ഈ ഓട്ടോക്ലേവിംഗ് മെത്തേഡ് വെച്ചാണ്. എന്താണ് ഓട്ടോക്ലേവിംഗ്? ഈസ് എ സ്റ്റെറിലൈസേഷൻ പ്രോസസ് ദാറ്റ് യൂസസ് പ്രഷറൈസ്ഡ് സ്റ്റീം ടു കിൽ മൈക്രോ ഓർഗാനിസം ആൻഡ് ഡീനേച്ചർ പ്രോട്ടീൻസ്. ഇത് എൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ലബോറട്ടറി എക്യുപ്മെൻറ്റ്സിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള ബയോ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ കണ്ടാമിനേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഒരു എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും ആ ഒരു ഭാഗങ്ങൾ ആണെങ്കിലും നല്ല അണുവിമുക്തമാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഏറ്റവും നല്ല രീതിയിൽ കമൻറ്റ് അയക്കുന്നതിൽ നിന്നും ഒരാൾക്ക് FSC എക്സാം കഴിയുന്നതോടുകൂടി 1000 rupees ഗിഫ്റ്റ് വൗച്ചർ കൊറിയറായിട്ട് അയക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു.